നമസ്കാരം. വഷളന് വളരാൻ വളം വേണ്ട എന്നൊരു ചൊല്ലുണ്ട്. CPM പാറപ്പുറത്ത് വിതച്ചാലും അത് വളമിടാതെ തന്നെ വളർന്നു മുറ്റുന്നതാണ് അനുഭവം. വളർന്ന് വടവൃക്ഷമായി കഴിഞ്ഞാൽ പുരയ്ക്ക് മീതെ ചായും. പിന്നെ അത് വെട്ടിക്കളയണോ, വീട് മാറ്റിപ്പണിയണോ, മൂടോടെ വെട്ടണോ എന്നൊക്കെയാകും പാർട്ടിയുടെ സന്ദേഹം. പറയാൻ കാരണം, തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രന് കോർപ്പറേഷനിൽ സീറ്റില്ലാതെ പോയ വിഷയത്തിൽ മന്ത്രി ശിവൻകുട്ടി നടത്തിയ ഒരു പ്രതികരണമാണ്. 10ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടിയെ 8ാം ക്ലാസ്സിൽ ഇരുത്താനാകുമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ആ കുട്ടി 10ാം ക്ലാസ്സിലായിരുന്നെങ്കിലും നാക്ക് MAക്കായിരുന്നു. ഭരണത്തിലിരിക്കുമ്പോൾ നാക്കിനെ നിയന്ത്രിക്കേണ്ടതുണ്ട്. അതിൻ്റെ ചില്ലറ തട്ടുകേടല്ല പാർട്ടിക്ക് ഉണ്ടായത്. അല്ല ശിവൻകുട്ടി സാറേ, 10ൽ പഠിച്ച കുട്ടിയെ 8ലിരുത്താൻ ആകില്ല, സമ്മതിച്ചു. +2 കഴിഞ്ഞയാളെ 7ാം ക്ലാസ്സിൽ കൊണ്ടിരുത്തിയതുപോലെയല്ലേ KC രാജഗോപാൽ എന്ന മുൻ ആറന്മുള MLA നിങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത്? IAS ആകാൻ മോഹിച്ച മേയറൂട്ടിയെ നിങ്ങളല്ലേ നിർബന്ധിച്ച് റെഡ് വോളണ്ടിയർ ആക്കിയതും 22ാം വയസ്സിൽ മേയറാക്കിയതും? ആ കുട്ടി പ്രസ്ഥാനത്തിൻ്റെ പേര് അങ്ങ് ന്യൂയോർക്കിലും ലണ്ടനിലും വരെ എത്തിച്ചില്ലേ? അവാർഡുകൾ എത്ര എണ്ണമാണ് നിങ്ങൾക്ക് വാങ്ങിച്ചു തന്നത്? പക്ഷേ അതിനോട് നിങ്ങൾ ചെയ്തത് ശരിയല്ല ശിവൻകുട്ടി, ശരിയല്ല. ചുടുചോറ് വാരിക്കാൻ നിങ്ങൾക്ക് കുറേ കുട്ടിക്കുരങ്ങുകൾ വേണം. യുവജന കമ്മീഷൻ്റെ ചെയർമാനാക്കി ഒരു കുട്ടിയെ എത്ര ഉയരത്തിൽ നിങ്ങൾ എത്തിച്ചു? അതിൻ്റെ ഗതി ഇപ്പോൾ എന്താണ്? ക്യൂബൻ തെരുവുകളിലൂടെ ഓല ഓല എന്ന് പറഞ്ഞ് നടക്കുന്നത് കണ്ടു. ആറന്മുള MLA KC രാജഗോപാലിനെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു വാർഡിൽ കൊണ്ട് ഒതുക്കിയ പോലെ നാളെ വീണ ജോർജിനെ കൊടുമൺ അങ്ങാടിക്കൽ വാർഡിൽ മത്സരിപ്പിക്കുന്നതും കാണേണ്ടി വരും. വീണ വരും, നാട് വികസിക്കും എന്നായിരിക്കും പരസ്യവാചകം. ഡിഗ്രി പാസ്സാകാത്തവന് ബിരുദാനന്തര ബിരുദവും ലോ കോളേജിലെ ക്യാൻറ്റീനിൽ അരിയാട്ടാൻ നിന്നവന് LLBയും സമ്മാനിക്കുന്ന പാർട്ടിയാണല്ലോ നിങ്ങളുടേത്. സംസ്കൃതം എന്താണെന്ന് അറിയാത്തവന് ദേവഭാഷയിൽ PhD കൊടുത്തവരല്ലേ നിങ്ങൾ? 7ാം ക്ലാസ്സിലിരിക്കാത്ത അപ്പൂപ്പനാണോ മമ്മി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പിള്ളേര് പോലും ചോദിക്കുന്നു. ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സാർ LLBക്കാരനാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? പക്ഷേ വായിൽ നിന്നും വരുന്നതിൽ ഒരു വിദ്യാഭ്യാസ ഗുണമൊന്നും കാണുന്നില്ല. അതാണ് കാരണം. പിന്നെ നിങ്ങളുടെ ഡോക്ടറേറ്റുകാരുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. നേതാക്കന്മാരുടെ ഭാര്യമാരൊക്കെ ഏതൊക്കെ പദവിയിൽ എങ്ങനെ എത്തി എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടി സഖാക്കൾ PG ക്ലാസ്സിൽ ഇരിക്കുന്നതായും കേൾക്കുന്നുണ്ട്. 3 2 3 1 എന്നൊക്കെ മുട്ട വിറ്റ കാശിൻ്റെ കണക്ക് പറയുന്ന നാട്ടിൻ പുറത്തെ പാവം സ്ത്രീകളെ പറ്റി അറിയാം. എന്നാൽ നിയമസഭ അടിച്ചിളക്കിയ താളത്തിൽ ശിവൻകുട്ടി 9ൻ്റെ പട്ടിക ഒന്ന് ചൊല്ലിയാൽ അത്ഭുതമായിരിക്കും, 3ൻ്റെ ചൊല്ലിയാൽ മഹാഭാഗ്യം. ഈ പാർട്ടിയുടെ ഒരു കുഴപ്പം ഇതാണ്. താത്വികാചാര്യന്മാർ പറഞ്ഞാൽ ജനത്തിന് മനസ്സിലാകില്ല. സാംസ്കാരിക നായകന്മാർ പറഞ്ഞാൽ കേൾക്കാൻ ആളില്ല. പാർട്ടി സെക്രട്ടറി പറഞ്ഞാൽ ഫുൾ ഫണ്ണാണ്. വിജയന് വെടിയല്ലാതെ മറ്റൊന്നും അടിക്കാൻ അറിയില്ല. എന്നിട്ട് മുദ്രാവാക്യമാണ് രസം. പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ. സത്യത്തിൽ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് ജനത്തിന് അറിയില്ല, ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്കും അറിയില്ല. സ്വന്തം വാർഡിലെ കുളത്തിലും പൊങ്കാലയടുപ്പിലും വരെ അഴിമതിയുടെ ഗവേഷണം നടത്തിയ കുട്ടിയായിരുന്നു നമ്മുടെ മേയറൂട്ടി. കോടികൾ മുടക്കി ഒരു കുളം നവീകരിക്കുന്നു എന്ന വാർത്ത കണ്ട് മേയറുടെ വാർഡിൽ പോയവർ കണ്ട കാഴ്ച അത്ഭുതകരമായിരുന്നു. പിണറായിക്ക് 44 ലക്ഷമേ കുളത്തിൽ കളയാൻ കിട്ടിയുള്ളൂ. എന്നാൽ മേയർ കോടികൾ കളഞ്ഞാണ് കുളം നവീകരിച്ചത്. പക്ഷേ കുളമേതാ, കരയേതാ, കാടേതാ എന്നറിയാതെ നാട്ടുകാർ അമ്പരന്ന് നിൽക്കുകയാണ്. പാർട്ടി കിളുന്തു സഖാക്കളെ ഓരോരോ പദവിയിൽ ഇരുത്തുന്നത് ചുടുചോറ് വാരിക്കാൻ വേണ്ടി മാത്രമാണ്. ഒരു IASകാരിയെ വിഴിഞ്ഞത്തിരുത്തി കിളിപ്പാട്ട് പാടിക്കുന്നതും കിളിക്കൊഞ്ചൽ കേൾപ്പിക്കുന്നതും ഇതേ ഉദ്ദേശത്തോടെ തന്നെയാണ്. 22 വയസ്സാകാത്ത കുട്ടിയെ നഗരമാതാവാക്കിയ പാർട്ടിയുടെ മഹത്വം എത്ര പറഞ്ഞാലും തീരില്ല. നാളെ കോഴിക്കോട് ജില്ലയിൽ നിന്നും കൊടിവെച്ച കാറിൽ കുട്ടി ഒരു വരവുണ്ടെന്ന് നമുക്ക് സ്വപ്നം കാണാം. അധികാരത്തിലിരിക്കുന്ന ഒരാൾ ആരോപണങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും വളരെ കഷ്ടപ്പെട്ട് വന്നയാളാണ് എന്ന് പറഞ്ഞാൽ ഒന്നിനും പരിഹാരമല്ല. ജനം അത് കേട്ട് കൈയടിക്കുകയുമില്ല. പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നതാണെങ്കിൽ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിത ദുഃഖങ്ങൾ അറിയണമായിരുന്നു. അതല്ല, പാർട്ടി പറയുന്നതിനപ്പുറം ഞാൻ ചലിക്കില്ല എന്ന നിലപാടല്ല വേണ്ടത്. വല്ലവൻ്റെയും മെക്കിട്ട് കയറാൻ റോഡ് ഷോ നടത്തരുത്. എന്നെ തനിക്ക് മനസ്സിലായോ എന്നായിരുന്നു യദു എന്ന ഡ്രൈവറോടുള്ള ചോദ്യം. നാളെ കോഴിക്കോട്ട് ചെന്ന് ഇതുപോലെ ചോദിച്ചാൽ ആ നാട്ടുകാർ തിരിച്ചു ചോദിക്കും, നീ ഏതാ? സത്യത്തിൽ ശിവൻകുട്ടി പറഞ്ഞത് ശരിയാണ് സാർ. ഭൂലോകം കീഴടക്കിയ അതിശയ മേയറെ ഇനി മത്സരിപ്പിച്ച് വാർഡ് കൗൺസിലറാക്കി ഇരുത്താൻ പറ്റുകയില്ല. പക്ഷേ മുൻ MLA പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് PM ശ്രീ ശിവൻകുട്ടി അറിയാതെയും പോയി. നമ്മുടെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിലും ഈ തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട് പാർട്ടി. ജനം ചിലപ്പോൾ ഇരുത്തിക്കളയും.
അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കഷ്ടകാലത്തിന് MLA ആയി നിയമസഭയിൽ വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭരണം കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും? 56 വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ, ഹെലികോപ്റ്റർ ഇല്ലാതെ, പൗരപ്രമുഖർക്ക് വിരുന്ന് കൊടുക്കാൻ കാശില്ലാതെ ഒരു പിണറായിയെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? അഥവാ ജയിച്ച് MLA ആയാൽ ആണ്ടിൽ 2 ആഗോള യാത്ര വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കും. അപ്പോൾ പാർട്ടി എന്തു ചെയ്യും? ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് ജഗദീഷ് ശ്രീകുമാർ ഭാര്യയെയും മക്കളെയും കൊണ്ടൊരു സിനിമയിൽ കാറിൽ കയറ്റി വീടിന് ചുറ്റും റൗണ്ട് അടിച്ചതുപോലെ പിണറായിയെയും കുടുംബത്തെയും കയറ്റി ഗോവിന്ദന് AKG സെൻറ്റർ വലം വയ്ക്കേണ്ടി വരും. കുട്ടി 10ൽ ജയിച്ചു എന്നത് ശിവൻകുട്ടി സമ്മതിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ സംശയിച്ചേനെ. 8ലിനി ഇരുത്താനും പറ്റുകയില്ല. കണ്ണൂരെ ദിവ്യയുടെ കാര്യമാണ് അതിലും കഷ്ടം. 10ൽ ജയിച്ചിട്ടും +2വിന് അഡ്മിഷൻ കിട്ടാത്ത അവസ്ഥ. അതിനും കുറേ അവാർഡുകളൊക്കെ കിട്ടിയായിരുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് ആഗോള പദവിയിൽ എത്തിച്ചതിനോ മറ്റോ ആണിത്. ബാലവാടിയുടെ നിലവാരമില്ലാത്ത കുട്ടിയെ 10ാം ക്ലാസ്സിൽ കൊണ്ടിരുത്തിയതിൻ്റെ ഫലമാണിപ്പോൾ പാർട്ടി അനുഭവിക്കുന്നത്. ഇത്രയൊക്കെ വളർത്തി വലുതാക്കുന്ന പാർട്ടി ഇത്തരക്കാരെ വെറുതെ ഇരുത്തുന്നത് ലോകത്തിന് തന്നെ നഷ്ടമാണ്. കളിക്കോപ്പെടുത്ത ചെറു പൈതൽ പോലെയെന്ന് കുമാരനാശാൻ വർണ്ണിച്ച മട്ടിൽ പാർട്ടി കുറെ ചെറു പൈതലുകളെ കളിയാടാൻ വിട്ടു. ജനമാ കളി മതിയാക്കിക്കാൻ കാത്തിരിക്കുകയാണെന്നറിഞ്ഞപ്പോൾ വിട്ടോ വണ്ടി കോഴിക്കോടെന്ന് പറഞ്ഞ് ചാടിക്കുകയാണ്.